ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് കണ്ടാലോ? ഞാൻ പെരുന്നാൾ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഒരു കല്യാണം വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. പാത്തും ഞാനും സുനീറയൊക്കെ മാറ്റി ഒരുങ്ങി ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത്. ഞാൻ ഓരുടെ കൂടെ അല്ല കേട്ടോ, ഒരളനല്ലൂർ, ഞാൻ മണ്ണാർക്കാട്, ഞാൻ കോട്ടപ്പാട് ഇറങ്ങി നിഷാഖാൻ്റെ കൂടെ അങ്ങനെ കയറി പോവും. അപ്പോൾ രണ്ടും രണ്ട് വഴിക്കാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് പോയി എന്ന് മാത്രം. ഞാൻ ഈ ഷോപ്പിംഗ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണ വീഡിയോ ഇൻഷാ അള്ളാ ഞാൻ ഈ ഷോപ്പിംഗ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ, സൗണ്ടിന് ചെറിയൊരു പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വോയിസ് ഓവർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തി നേരെ സ്റ്റുഡിയോയിലാണ് കയറിയത്. അവിടെ കയറിയിട്ട് അനുമോന് ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ കല്യാണത്തിന് മാത്രമല്ല, തലേ ദിവസം മെഹന്തി നൈറ്റിന് കൂടിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോന് യെല്ലോ ഡ്രസ്സ് എടുക്കണം, പിന്നെ നിഷാക്കാക്ക് ഒരു പാൻറ്റ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കയറി ചെന്ന പാടെ തന്നെ നിഷാക്കാക്ക് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. ആള് പുറത്തുനിന്ന് ഒരു ടീഷർട്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്നൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ കയറിയിട്ടുണ്ടായിരുന്നത്. പാൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയതെങ്കിലും ടീഷർട്ടിലും ഷർട്ടിലും ഒക്കെ ഉണ്ട് കണ്ണ്. കാരണം നല്ല നല്ല കളക്ഷൻസ് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ണ് അറിയാതെ പോകുമല്ലോ. പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഒക്കെ കണക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ആൾ ഓരോരോ ടീഷർട്ടുകളും ഷർട്ടുകളും കാണുമ്പോൾ ഇതെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനുമോന് ഒരു ടീഷർട്ട് എടുത്തു, യെല്ലോ ടീഷർട്ട്, മെഹന്തി നൈറ്റിന് ഇടാൻ വേണ്ടിയിട്ട്. നിഷായ്ക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് വൈറ്റ് ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ടീഷർട്ടിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പാൻറ്റും കൂടി എടുത്ത്, പിന്നെ അവിടെ നമുക്ക് ഇഷ്ടമായൊരു വൈറ്റ് ടീഷർട്ട് എടുത്ത് അതൊന്ന് സ്റ്റൈൽ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ആൾ. അപ്പോൾ ആ ഒരു ടീഷർട്ടിലേക്ക് നമുക്കിത് മാച്ച് ആവുമോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പെയർ ചെയ്ത് നോക്കിയത്. നല്ല അടിപൊളിയായിരുന്നുണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പാൻറ്റും അനുമോൻ്റെ ടീഷർട്ടും പിന്നെ ഇന്നർ വയറൊക്കെയാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എടുത്തത് നമ്മൾ അവിടെ തന്നെ ബില്ലാക്കിട്ടോ. എനിക്കുള്ളത് താഴെയാണ്. അങ്ങനെ ഞാനിതിന് മുൻപ് പറഞ്ഞു, എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നം കാരണമാണെന്ന്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ എടുക്കും, നമ്മൾ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരുപാട് മോഹങ്ങളായിട്ടൊക്കെ നമ്മൾ ഈ വീഡിയോ എടുക്കുക. പക്ഷെ വീഡിയോ എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ സൗണ്ട് ഫുൾ പോവും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ പരിപാടി എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് സൗണ്ട് ഇട്ട് സംസാരിക്കും, ചിരിക്കും, കളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം സൗണ്ട് പോണേന്ന് കേട്ടോ. പക്ഷെ അതൊന്നും അല്ലാതെ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് സൗണ്ട് ഇട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ആർത്തുല്ലസിച്ച് ഒന്നും ചെയ്യാത്തൊരു കല്യാണമായിരുന്നു. പക്ഷേ ഇതിനും എൻ്റെ സൗണ്ട് പോയി. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന പ്രശ്നമാണിത്. നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിൽ ആ ഫംഗ്ഷൻ കഴിയണതിൻ്റെ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എൻ്റെ സൗണ്ട് ഫുൾ പോകും. ഇത് ഈ കൊറോണയ്ക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് 2-3 ദിവസം എടുക്കും ഈ ഒരു സൗണ്ട് വരാൻ. ഇപ്പം തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാലും നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഷിനാജിൻ്റെയും പാത്തുവിൻ്റെയും കല്യാണ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം പോലെ ഇത് നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാൻ നമുക്കൊരു മടിയായിരിക്കും. കല്യാണം കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി എടുത്ത വീഡിയോ അല്ലേ. അപ്പം ഞാൻ എന്തെങ്കിലും ആയാലും ഇതൊക്കെ അപ്ലോഡ് ചെയ്യും. എന്നായാലും നമ്മൾ അപ്ലോഡ് ചെയ്യണോ, കാണേണ്ടവർക്ക് കാണാം, കാണേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കാണാതെ വിടാം, അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഞാൻ എടുത്തു വെച്ച എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മൾ ചെരുപ്പ് കാണിച്ചതിൽ ഞാൻ ആ വൈറ്റ് ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെരുപ്പ് ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടായിട്ടോ. പക്ഷെ എനിക്ക് ഈ മഴക്കാലമല്ലേ, അപ്പോൾ വെള്ളത്തിൽ നമുക്ക് ഇട്ടാൽ പ്രശ്നമില്ലാത്ത വിധത്തിലുള്ള ചെരുപ്പ് വേണമെന്നായിരുന്നു. അങ്ങനെ ആ ഒരു വൈറ്റ് ചെരുപ്പ് എടുത്തു. പിന്നെ നമ്മൾ ടോപ്പുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിഷാക്ക, കാരണം വെറുതെ നോക്കിക്കോ, വാങ്ങിത്തരൂലെന്ന്. കാരണം പെരുന്നാൾ പിന്നെ നമ്മളെ കല്യാണങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെരുപ്പെടുത്താലും ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണെങ്കിലും നമ്മൾ ടോപ്പുകളെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലായിടും ഒന്ന് മറിച്ച് നോക്കും. നോക്കാനൊക്കെ സമ്മതിക്കും. നമുക്ക് വീഡിയോ എടുക്കാനായാലും നോക്കാനായാലും ഒക്കെ എത്ര നേരം വേണമെങ്കിലും ആൾ നിന്ന് തരും കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞാൻ ചെരുപ്പ് മാത്രമാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പിൻ്റെ സെക്ഷൻ എല്ലാം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലെങ്കിലും അത് ഫുള്ള് നടന്ന് കാണുക എന്ന് പറയുന്നത് അത് വേറെ സന്തോഷമല്ലേ. ഫുള്ള് കാണുക, പുതിയ പുതിയ മോഡലുകൾ നോക്കുക, അതൊക്കെ വേറെ ഒരു ത്രില്ല് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഏത് കടയിലാണെങ്കിലും ഞാൻ ഏതെങ്കിലുമൊക്കെ ഒന്ന്
ഇട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇവിടുന്ന് സ്റ്റുഡിയോന്ന് ഇതുവരെ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ വേറെ ഏത് കടയെങ്കിലും കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഡ്രസ്സ് ഞാനൊന്ന് ഇട്ട് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. കല്യാണത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം വന്നിട്ടാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. നമ്മൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും നമുക്കൊരു ഡൗട്ടായിട്ട് ഇങ്ങനെ നിന്നു. അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസിന് വരാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ചത് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്നുള്ളത് ഞാനിതിൽ വീഡിയോ കഴിയുന്നതിന് മുൻപ് തന്നെ പറയാം. അങ്ങനെ ദേ സ്റ്റുഡിയോയിൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബില്ലിംഗ് സെക്ഷനൊക്കെ കേട്ടോ. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എൻ്റെ ചെറിയ ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാനിവിടെ വരുന്ന വീഡിയോയിലൊക്കെ സ്റ്റുഡിയോയിൽ വന്ന വീഡിയോയിലൊക്കെ ഞാൻ ഇവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സമയത്തൊക്കെ അവൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആളെ പേര് വന്നിട്ട് ഇച്ചാപ്പി എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുക. ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇച്ചാപ്പി എന്നാണ് വിളിക്കുക അല്ലേ. ആൾ നല്ല കമ്പനിയാണ്. ഇനിയിപ്പോൾ ബ്രദറിൻ്റെ ഫ്രണ്ടാണെങ്കിലും ഞങ്ങളായിട്ട് നല്ല കമ്പനിയാണ്. ആളെ ഞാൻ പെരുന്നാൾക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടായിരിക്കാം. ആ ടൈമിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിട്ടുപോയി. ഒരുപാട് ആൾക്കാർ പെരുന്നാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷോനെ പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് മറന്നു. ഇനിയിപ്പോൾ പോട്ടെ, സാറില്ല, ഇൻഷാ അല്ലാ ബ്രദർ വന്നിട്ട് ഉള്ള പെരുന്നാൾക്ക് ഓനെ സ്പെഷ്യലായിട്ട് തന്നെ ക്ഷണിക്കും. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം നമ്മൾ ഫാൻസിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിലോ ഷോർട്സിലൊക്കെ ആയിട്ട് ഈ ഒരു ഫാൻസിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മലെങ്കിലും എടുക്കാതെ ഇറങ്ങൂല കേട്ടോ. കാരണം അത്രക്കും കമ്മലിൻ്റെ കളക്ഷൻസാണ്. സ്റ്റഡ് വേണമെങ്കിൽ സ്റ്റഡ്, നമുക്ക് ജുമുക്ക വേണമെങ്കിൽ ജുമുക്ക, അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും അതൊക്കെ ഓരോ സെക്ഷനായിട്ട് തരം തിരിച്ചിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലുകൾ വേറെ സെക്ഷന്, അങ്ങനെ കണ്ണെടുക്കാൻ തോന്നൂല കേട്ടോ. അത്രയും കളക്ഷൻസാണ്. ഇത്രയും കൂടുതൽ കമ്മൽ ഞാൻ മണ്ണാർക്കാട് ഒരു കടയിലും കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്ത കട ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കടയിലാണ് ഞാൻ ഇത്രയും അധികം കമ്മലുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിലിട്ടിട്ടുണ്ട്, ലോങ് വീഡിയോയിലിട്ടിട്ടുണ്ട്. ഞാനും പാത്തും കൂടിയുള്ള ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു കടയിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കമ്മൽ സെക്ഷനിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കമ്മൽ. എനിക്കിതിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു കമ്മലാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കമ്മലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശേഖർക്ക് അത് ഓവർ വലിപ്പമെന്ന് പറഞ്ഞിട്ട് ദേ ഈ ഒരു കമ്മലാണ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടമായില്ല. റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ് നമ്മൾ രണ്ടാമത് കാണിച്ച കമ്മലിന്. പക്ഷേ അതിനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ റോസ് ഗോൾഡിൻ്റെ ഒരു മാലയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ലോക്കറ്റ് വന്നിട്ട്. പിന്നെ നമ്മൾ ഏത് കമ്മലാണ് എടുത്തത്, ഏത് മാലയാണ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ഇതിൽ കാണാനില്ല കേട്ടോ. അപ്പം നമ്മൾ കല്യാണ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കമ്മലാണ് ഏത് മാലയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കാണാൻ മറക്കരുത്. വീഡിയോ വെറുതെ സ്കിപ്പ് ചെയ്ത് കണ്ടുപോയാൽ മാത്രം പോരട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെങ്കിലും ആ ഒരു കമൻറ്റ് വരുമ്പോൾ നമ്മളെ വീഡിയോ ഇത്രയും ആൾക്കാർ കാണാനുണ്ടല്ലോ, കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ചായക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തട്ടുകട പോലുള്ള കടയിലാണ്. ലഘുവായിട്ടൊരു ചായയും മുട്ടവജി ഉഴുന്നുവട അങ്ങനെ കുറച്ച് കടികളും അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ലഘുവായിട്ട് ഒതുക്കി കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഈ ഒരു രാത്രി പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഈ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം കാണാനാണ് മണ്ണാർക്കാട് ഒന്നും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ രാത്രി മോനുവിൻ്റെ കൂടെയും അങ്ങനെയൊക്കെ ഇങ്ങനെ വരലുണ്ട്. നല്ല രസമാണ് ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടും. പിന്നെ ഒരു ഫാൻസി കയറിയിട്ട് ചെറിയൊരു ലൈസ് വാങ്ങാണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിന് വെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വേണ്ടി വരാം. ടാറ്റാ.